നിലവിൽ യൂട്യൂബിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന രാംചരൻ്റെ ഏറ്റവും പുതിയ ഗാനമായ ചിക്കിരി എന്ന സോങ്ങുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ സോങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് എ ആർ റഹ്മാൻ സോങ്ങാണ്. എ ആർ റഹ്മാൻ സോങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു സോങ് ശൈലി, അല്ലെങ്കിൽ ഒരു സോങ്ങിനെ അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, പ്രത്യേകിച്ച് ഈ സോങ്ങിൽ പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ളൊരു സിനിമ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ റഹ്മാൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറയുമ്പോൾ ആ പാട്ട് ഏറ്റവും ഗംഭീരമായിട്ടാണ് അദ്ദേഹം ആ പാട്ടിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം തന്നെ വളരെ മനോഹരമായിട്ടാണ്. അതിൻ്റെ ഒരു പ്രിലൂഡ് വരുന്നുണ്ട്. ആദ്യം ഒരു ഹമ്മിങ് സെക്ഷനാണ്. അത് കേൾക്കുന്നവർക്ക് തന്നെ സ്വാഭാവികമായിട്ടും വളരെ ഫീലാകുന്ന ഒരു സാധനമാണ്. കാര്യം ഒന്നാമത് മോഹിത് ചൗഹാൻ്റെ വോയിസിലാണ് വരുന്നത്. മോഹിത് ചൗഹാൻ്റെ വോയിസ് എന്ന് പറയുമ്പം എടുത്തു പറയാം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അദ്ദേഹം റോക്ക് സ്റ്റാർ കംപ്ലീറ്റ് ഒരു ഫുൾ ആൽബം ഒരാൾ തന്നെ പാടിയ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വോയിസ് ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഈ സോങ്ങിന് കുറച്ചും കൂടെ മൈലേജ് കിട്ടുന്നു. ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു വളരെ റോ കൺവെൻഷണൽ ശൈലിയുടെ ഒരു സിംഗറാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി ഈ പാട്ടിനെ കൂടുതൽ നമുക്ക് പ്രേക്ഷകരുമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക്, അല്ലെ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരവസ്ഥ നമുക്ക് ഈ പാട്ടിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാംചരൻ്റെ സ്റ്റെപ്സുകൾ എടുത്തു പറയേണ്ടതാണ്. കാര്യം ഒരു ഗ്ലിസൈഡ് സ്റ്റെപ്സുകളാണ്. ഇങ്ങനെ തെന്നിപ്പോകുന്ന, അല്ലെ വഴുതി പോകുന്ന ടൈപ്പ് ചില സ്റ്റെപ്സുകളൊക്കെ ഉണ്ട്. അത് സോങ്സിനും ഭയങ്കര വൈബ്രൻ്റാണ്. സോങ്സിനെ കൂടുതൽ എലവേറ്റ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ജാൻവി കപൂറാണ് ഇതിനകത്ത് നായികയായിട്ടുള്ളത്. ജാൻവി കപൂറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് പുള്ളിക്കാരുടെ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ്, കറൻ്റ്ലി ഇപ്പോൾ പരംസുന്ദരിയൊക്കെ ക്ഷീണമായിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ പുള്ളിക്കാരി കൊടുത്തിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡൽ സംഭവം കിടിലനാണ്. അത് പാട്ടിന് ഭയങ്കര മൈലേജ് കിട്ടുന്നു സ്വാഭാവികമായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സോങ്, ഇത് ലിറിക്കൽ സോങ്ങാണ്. ഇപ്പോൾ ഓൾറെഡി വീഡിയോ സോങ്ങാണ്, എന്നാൽ പോലും നമുക്കതിൻ്റെ ലിറിക്സ് ശ്രദ്ധിക്കുമ്പോൾ ലിറിക്സും ഇപ്പോൾ 5 ഭാഷയിൽ ഈ സോങ് ഉണ്ട് ഓൾറെഡി. അപ്പം മലയാളമാണെങ്കിലും തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. ഇപ്പം ഇതിൽ ഏത് ഭാഷയിൽ നമ്മൾ ഈ പാട്ട് കേട്ടാലും നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. ചിലപ്പോൾ ലിറിക്സിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് പാട്ടുകളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് എല്ലാ ഭാഷകളിലെയും ഈ പാട്ടിൻ്റെ ഒരു ഫ്ലുവൻസി കിട്ടുന്നത്. അത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ രത്നവേലുവാണ്. അപ്പം സ്വാഭാവികമായിട്ട് വിഷ്വൽസുകൾക്ക് പൊതുവെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തിൻ്റെ ഫീലിംഗ്, എനിക്കൊന്ന് രംഗസ്ഥലത്തിന് ശേഷം രാംചരൻ്റെ ആ ടൈപ്പുള്ളൊരു പടമായതുകൊണ്ട് അതും നമുക്ക് ഫീൽ പിടിക്കാവുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ ഈ സോങ്ങിൻ്റെ ഒരു 24 hours കൊണ്ട് ഈ സോങ് ക്രിയേറ്റ് ചെയ്ത് ഏതാണ്ട് 38 മില്യണോളം വ്യൂസിന് മുകളിലാണ്. 4 ഭാഷകളിലാണ്. എന്നാൽ പോലും അത് സമീപകാലത്ത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്. അപ്പോൾ ആ സോങ്സിന് ഇപ്പോൾ ഹൈദരാബാദിൽ എ ആർ റഹ്മാൻ ഷോ നടന്നപ്പോഴാണെങ്കിലും ഈ പാട്ട് ഓൾറെഡി അവിടെ റഹ്മാൻ്റെ എ ആർ അമീൻ പാടിയായിരുന്നു ആ പാട്ട്. അപ്പം അന്ന് രാംചരണും ബുച്ചിബാബു സനായും ജാൻവി കപൂറും ഒക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ്. അന്നും ഈ പാട്ട് ഭയങ്കര സെൻസേഷണലായിരുന്നു. അന്ന് ആ ഗാനം ആലപിച്ചപ്പോൾ ഹൈദരാബാദിലെ റഹ്മാൻ ഷോയിൽ ഈ പ്രോഗ്രാം നടത്തിയപ്പോഴും അതിന് നല്ല മൈലേജ് കിട്ടിയതാണ് ആ പാട്ടിന്. സ്വാഭാവികമായിട്ടും ഈ പാട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഇന്ന് കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിൽ നിൽക്കുമ്പോൾ, റഹ്മാൻ്റെ തുടർച്ചയായുള്ള സോങ്സുകളുടെ ഒരു വലിയ വിജയവും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിലെ ഒരു മാറ്റവും ഒക്കെ നമുക്ക് ഈ സോങ്സിൽ വളരെ വ്യത്യസ്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാവുന്ന സോങ്ങാണ്. ആസ്വദിക്കാം.